അമേരിക്ക തോറ്റു. ഇനി പേർഷ്യൻ ഗൾഫ് എങ്ങനെ ആയിരിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിലൂടെയുള്ള നിയന്ത്രണം എന്താവണം, ഏതാവണമെന്നും അതും ഞങ്ങൾ തീരുമാനിക്കും. ന്യൂക്ലിയർ പദ്ധതി ഉപേക്ഷിക്കണമെന്നുള്ളതും ഞങ്ങൾ തീരുമാനിക്കും. ഇതൊക്കെ പറഞ്ഞത് വേറെ ആരുമല്ല, അമേരിക്കയും ഇസ്രായേലും അവർ കൊന്നുകളഞ്ഞെന്ന് സ്വയം അവർ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അവർ സ്വയം വിശ്വസിപ്പിക്കുന്ന ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള മുസ്തഫ അലി ഖാംനിയാണ് ഈ കാര്യങ്ങളൊക്കെ ഇന്ന് തൻ്റെ പോസ്റ്റിലൂടെ പുറത്തോട്ട് വിട്ടിട്ടുള്ളത്. ഇതൊരു പുതിയ യുദ്ധത്തിന് തുടക്കമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതല്ലെങ്കിൽ ഒരു പുതിയ പ്രകോപനത്തിനുള്ള ഒരു മെസ്സേജ് ആയിട്ടാണ് ഇപ്പം ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളത്. ഇത് ഏത് രീതിയിലാണ് അമേരിക്കയും ഇസ്രായേലും ഇതിനെ കാണുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം ഇവർ പറഞ്ഞതൊക്കെ ചെയ്തിട്ടുണ്ട്. പറഞ്ഞത് ചെയ്യാതെ, അല്ലെങ്കിൽ എന്തിനാണോ വന്നത് അതുപോലും മറന്ന് ഇപ്പോൾ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ടിരിക്കുന്നത് ഇസ്രായേലും അമേരിക്കയാണ്. അപ്പം ഇതും ഏത് രീതിയിലാണ് ഈ സാമ്പാറുകൾ തിളയ്ക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇറാൻ അമേരിക്ക വാറിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളാണ് പറയുന്നത്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും സഹായങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഷെയറുകളൊക്കെ ചെയ്യാം. നമുക്കേതാണെങ്കിലും മുസ്തഫ ഖാംനി ഇന്ന് എക്സ്പോസ്റ്റിലൂടെയാണ് ഈ ഒരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത്. അതായത് പേർഷ്യൻ ഗൾഫിൻ്റെയും ഹോർമോസ് കടലിടുക്കിൻ്റെയും കാര്യത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ് എന്നാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് പറഞ്ഞിട്ടുള്ളത്. അമേരിക്കയുടെ സാന്നിധ്യമില്ലാത്ത ഒരു ഭാവി മേഖലയ്ക്ക് ഉണ്ടാകുമെന്നും അവകാശപ്പെടുന്നുണ്ട്. അതായത് ഗൾഫ് മേഖലയിൽ അമേരിക്കയുടെ സ്വാധീനം കംപ്ലീറ്റ്ലി കുറച്ചിട്ട് ഇനി ഇറാൻ സ്വാധീനിക്കും, അല്ലെങ്കിൽ ഇറാൻ പറയും, ഇറാൻ കൊടുക്കും സംരക്ഷണം ഗൾഫിന് എന്നുള്ളതാണ് പുള്ളിയുടെ കാര്യപ്പെട്ട ഒരു മെസ്സേജ് ആയിട്ട് വന്നിട്ടുള്ളത്. പേർഷ്യൻ ഗൾഫിൽ അമേരിക്കക്കാർക്ക് അർഹമായിട്ടുള്ള ഒരേ ഒരു സ്ഥലം ആ കടലിൻ്റെ ആഴങ്ങളാണെന്നും അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട്. മേഖലയിലെ സുരക്ഷ, അതായത് ഹോർമോസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഇറാൻ ഏറ്റെടുക്കുമെന്നും ശത്രുക്കളുടെ ഇടപെടലുകൾ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇത് മേഖലയിലെ രാജ്യങ്ങൾക്ക് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും സഹായിക്കും എന്നും കൂടെ മുസ്തഫ ഖാംനി പറഞ്ഞിട്ടുണ്ട്. അതായത് അറബ് രാജ്യങ്ങളുണ്ടല്ലോ, ഷെയ്ഖുമാർ, ഇപ്പം ട്രംപിനെ ഷെയ്ക്കാൻ പോയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇസ്രായേലിനെ ഷെയ്ക്കിക്കൊണ്ടിരിക്കുന്ന അറബ് രാജ്യങ്ങളോടും കൂടെയുള്ള ഒരു ഉപദേശമാണ്. അതായത് ഞങ്ങൾ സംരക്ഷിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ സഹായിക്കും, ഞങ്ങളെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തിന് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒന്നും ഒരു വിടുപണിയും ചെയ്യാതെ തന്നെ അവർക്കെതിരെ, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്, അല്ലെങ്കിൽ ഈ ഭാഗങ്ങളൊക്കെ സംരക്ഷിക്കാൻ നമുക്കറിയാം എന്നുള്ള ഒരു സ്ട്രോങ് മെസ്സേജ് ആയിരുന്നു ഇന്ന് മുസ്തഫ ഖാംനിയുടെ ഭാഗത്തുനിന്ന് നമ്മൾക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകമുണ്ട്. അതായത് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറാനിൽ പേർഷ്യൻ ഗൾഫ് ദിനമാണ് ഇന്ന് ഇറാനിൽ. അപ്പോൾ പേർഷ്യൻ ഗൾഫ് ദിനത്തിൻ്റെ അന്ന് ഇന്നലെ രാവിലെ തന്നെ ട്രംപ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്ട്രേറ്റ് ഓഫ് ട്രംപ് എന്നും പറഞ്ഞിട്ട്, അതായത് സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അല്ല, സ്ട്രേറ്റ് ഓഫ് ട്രംപ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഈ ചെന്നിക്കളവൻ്റെ ഒരു വിടുവായ്ത്തരം കണ്ടിരുന്നു. അപ്പോൾ അതിനുള്ള ശക്തമായിട്ടുള്ള മറുപടി ഇന്നത്തെ ഈ ഒരു ദിവസം തന്നെ അമേരിക്കൻ പ്രസിഡന്റിന് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. മുസ്തഫ ഖാംനിയെ കൊടുത്തു. പിന്നാലെ തന്നെ അബ്ബാസ് അറാച്ചി, ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയും കൂടെ ഒരു പ്രസ്താവന കൊടുത്തിട്ടുണ്ട്. ഇതായിരുന്നു ആ പ്രസ്താവന. അതായത് ഇന്ന് ഇറാൻ്റെ പേർഷ്യൻ ഗൾഫ് ദിനമാണ്. അതായത് 400 വർഷങ്ങൾക്ക് മുമ്പ് 1622 പറങ്കിപ്പടനെ പേർഷ്യൻ സേന തോൽപ്പിച്ച് വിട്ടൊരു ചരിത്രമുണ്ട്. അപ്പോൾ ആ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ദിനം കൊണ്ടാടുന്നത്. അപ്പോൾ ഈ ദിനത്തിൽ ഇങ്ങനെ തന്നെ ഒരു പോസ്റ്റ് വന്നത് വളരെ രസകരമായിട്ടുണ്ട്. വിവരക്കേടാണെങ്കിലും നല്ല രസകരമായിട്ടുള്ള പോസ്റ്റാണെന്നാണ് പുള്ളി പറയുന്നത്. അതായത് 400 വർഷങ്ങൾക്ക് മുമ്പ് ഹോർമോസ് കടലിടുക്കിൽ നിന്നും നമ്മുടെ പൂർവികർ പോർച്ചുഗീസുകാരെ തുരത്തിയ ഓർമ്മ ദിവസമാണ് ഇന്ന്. പെൻറ്റഗൺ ഉപയോഗിക്കുന്ന വ്യാജ പതിപ്പിന് പകരം US പ്രസിഡന്റ് പേർഷ്യൻ ഗൾഫ് എന്ന ശരിയായ പദം തന്നെയാണ് ഉപയോഗിച്ചത്. അതായത് പുള്ളി ആ പുറത്തുവിട്ടതിൽ സ്ട്രേറ്റ് ഓഫ് ട്രംപ് ആണെങ്കിലും പേർഷ്യൻ ഗൾഫിന് പെൻറ്റഗൺ ഗൾഫ് എന്ന് പേരിട്ടിട്ടില്ല, അതിന് പകരം പേർഷ്യൻ ഗൾഫ് തന്നെ ഇട്ടത്. അതായത് ശരിയായിട്ടുള്ളൊരു പദം തന്നെയാണ്. കാരണം അവിടുന്ന് പറങ്കിപ്പടനെ തോൽപ്പിച്ച്, അല്ലെങ്കിൽ പറങ്കിപ്പടനെ അവിടെ നിന്ന് വിട്ടിട്ട് അതിന് പേർഷ്യൻ ഗൾഫ് എന്ന് പേര് വരുത്തിയത് ഞങ്ങളുടെ പൂർവികർ 400 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അതേതായാലും സ്മരിച്ചതിനുള്ള സ്മരണക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് അബ്ബാസ് അറാച്ചിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിട്ടുള്ളത്. എന്നിരുന്നാലും ഹോർമോസിനെ മറ്റേതെങ്കിലും പേര് വിളിക്കുന്നത് യഥാർത്ഥത്തിൽ ഒരു ഗുരുതരമായ വിഡ്ഢിത്തരമാണെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് ഹോർമോസ് മാറ്റി ട്രംപ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ വിഡ്ഢിയായി അവിടെ എന്നും കൂടെയുള്ള നല്ലൊരു കൊള്ളിക്കലും കൂടെ അബ്ബാസ് അറാച്ചി കൊള്ളിച്ചിട്ടുണ്ട്. അതായത് ചരിത്രപ്രധാനമായിട്ടുള്ള പ്രാധാന്യം ഇന്നത്തെ ദിവസത്തിന് നമുക്കൊന്ന് പറയട്ടോ. 1622 പേർഷ്യൻ സൈന്യം പോർച്ചുഗീസുകാരെ ഹോർമോസ് കടലിടുക്കിൽ നിന്നും പുറത്താക്കിയിട്ട്, അതായത് അന്നത്തെ അവരെ കൈയടക്കി വെച്ചിരുന്ന പോർച്ചുഗീസുകാരെ പേർഷ്യൻ പട അന്ന് അവിടുന്ന് തുരത്തി ഓടിച്ച ഒരു ഇതുണ്ട്. അത് ഏപ്രിൽ 30 അത് നടന്നത്. എല്ലാ വർഷവും ഏപ്രിൽ 30 ഇറാൻ്റെ ദേശീയ പേർഷ്യൻ ഗൾഫ് ദിനമായിട്ട് ആചരിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് ട്രംപ് അങ്ങനെ ഒരു വലിയൊരു വിടുവായ്ത്തരം വിളിച്ച് പറഞ്ഞിട്ടുള്ളത്. പേർഷ്യൻ ഗൾഫ് എന്ന പേര് ചരിത്ര പ്രാധാന്യമായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരമുള്ളതായിട്ടുള്ള പേരാണ്. അതായത് ചരിത്രപ്രധാനമായിട്ടുള്ള ഈ ഒരു പേര് പേർഷ്യൻ ഗൾഫ് എന്ന പേര് ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരത്തോടു കൂടിയുള്ള ഒരു പേര് തന്നെയാണ്. എന്നാൽ ചില അറബ് രാജ്യങ്ങളും US സൈന്യത്തിലെ പെൻറ്റഗൺ, അതായത് US സൈന്യത്തിൻ്റെ ചില വിഭാഗങ്ങളും അറേബ്യൻ ഗൾഫ് എന്നോ ദ ഗൾഫ് എന്നോ ആണ് ഇതിന് ഉപയോഗിക്കുന്നത്. അതായത് അവർക്ക് പേർഷ്യ എന്ന് സമ്മതിച്ചിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഇപ്പോഴും അമേരിക്കയിലെ ചില ആൾക്കാരും, അല്ല അമേരിക്കക്കാരും, അതുപോലെ തന്നെ നമ്മുടെ അമേരിക്കയുടെ ആസനം താങ്ങുന്ന ഗൾഫ് രാജ്യങ്ങളിലെ പല ആൾക്കാരും അതിനെ
ഗൾഫ് ഓഫ് അറേബ്യൻ ഗൾഫ് അല്ലെങ്കിൽ ദ ഗൾഫ് എന്നുള്ള പേരിലൊക്കെ പറയാറുണ്ടെങ്കിലും ഐക്യരാഷ്ട്രസഭയുടെ അംഗീകാരത്തോടു കൂടി അതിൽ ലോകരാജ്യങ്ങൾ അതിനെ പേർഷ്യൻ ഗൾഫ് എന്നാണ് പറയുന്നത്. അപ്പം ലോകത്തിലെ എണ്ണ വ്യാപാരത്തിൽ ഏകദേശം 1/3 കടന്നു പോകുന്നതിലൂടെ നമുക്കറിയാം. അതുകൊണ്ടാണ് അത് അടച്ചിട്ട് അല്ലെങ്കിൽ അത് തുറന്നിരുന്ന സ്ഥലത്ത് പോലും അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ പോയിട്ട് മറ്റ് പല കാര്യങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പോയിട്ട് അവസാനം ഇതിന്മ മാത്രം കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ട്രംപിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ട്രംപിനായിട്ട് ഏറ്റവും വലിയ തോൽവിയായിട്ട് തന്നെയാണ് ഈ ഒരു ദിവസം ഇറാനികൾ അവിടെ ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ടൈംസ് സ്ക്വയറിൽ അല്ലെങ്കിൽ അവരുടെ ടെഹ്റാനിലെ ടൈംസ് സ്ക്വയർ എന്താ പറയാറ് മറന്നുപോയിട്ട് അവിടെ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പല രീതിയിലുള്ള പോസ്റ്ററുകൾ വെച്ചിട്ടും പല രീതിയിൽ അമേരിക്കനെ കളിയാക്കിക്കൊണ്ടിട്ടുള്ള ഒരുപാട് പരിപാടികൾ ആ സ്ഥലത്ത് ഇപ്പം നടന്നുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഇപ്പം ഇന്നലെ ട്രംപ് അവസാനം ഇട്ടിരുന്ന ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഇറാൻ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇറാനിലോട്ട് എന്തോ ഒന്ന് വരുന്നുണ്ട്, ഞാൻ എന്തോ അവിടെ ചെയ്യാൻ പോകുകയാണ് എന്നുള്ള രീതിയിലുള്ള പോസ്റ്റ് ഇട്ടിരുന്നു. അപ്പോൾ ഇറാൻ സൈന്യവും ഇറാൻ ജനതയും അതിന് വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന് അവരപ്പോൾ തന്നെ റിപ്ലൈയും കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ആയിരുന്നു ഇന്നലെ രാത്രി പുടിനും അതുപോലെ തന്നെ ട്രംപും കൂടെയുള്ള ഒരു 90 മിനിറ്റ് നീളാണ് 1.5 മണിക്കൂർ നീളുന്നൊരു ഫോൺ സംഭാഷണത്തിൻ്റെ കഥ പുറത്തോട്ട് വന്നിട്ടുണ്ട് അല്ലേ. അതായത് ഇറാൻ വിഷയമാണ് ഇതിൽ കാര്യമായിട്ട് ചർച്ച ചെയ്തിട്ടുള്ളത്. മറ്റ് യുക്രൈൻ റഷ്യ വിഷയം അതുണ്ട്, പക്ഷേ ഇറാൻ വിഷയമാണ് കാര്യമായിട്ട് ഇതിൽ ചർച്ച വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതായത് ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധം പരിഹരിക്കണം എന്നാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം. ഇത് റഷ്യ മുന്നോട്ട് വെച്ചതാണ്. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ലെങ്കിൽ ഇറാനെ രഹസ്യമായിട്ടല്ല പരസ്യമായിട്ടും എല്ലാ രീതിയിലും ഞങ്ങൾ സഹായിക്കും എന്നുള്ള ഒരു പ്രസ്താവന ഇതിലുണ്ട് എന്ന് പല മാധ്യമങ്ങളും പല ഇൻ്റലിജൻസ് റിപ്പോർട്ടും പുറത്തോട്ട് വരുന്നുണ്ട്. അതായത് ന്യൂക്ലിയർ പദ്ധതിയുടെ ഭാഗമായിട്ട് റഷ്യ പറഞ്ഞിട്ടുണ്ട്, റഷ്യ സൂക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാനെ സമ്മതിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ പല രീതിയിലുള്ള ചർച്ചകളുമാണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംസാരത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉക്രൈൻ യുദ്ധത്തിൽ താൽക്കാലികമായിട്ട് വെടിനിർത്തു. 2ാം ലോക മഹായുദ്ധ വിജയത്തിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് മെയ് 9 വിക്ടറി ഡേ ആയിട്ട് ഉക്രൈനിലെ ഒരു താൽക്കാലിക വെടിനിർത്തൽ കൂടി ഞങ്ങൾ വെടിനിർത്താം എന്നും കൂടെ പുടിൻ ഈ ഒരു ഫോൺ സംഭാഷണത്തിൽ പറഞ്ഞതായിട്ടും കൂടെ പറയുന്നുണ്ട്. ഈ സാമ്പത്തിക സഹകരണ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. രാജ്യത്ത് മാത്രമല്ല ലോകത്ത് മൊത്തം ക്രൂഡ് ഓയിലിൻ്റെ വില കുതിച്ചുകൊണ്ടിരിക്കുകയാണ്, ലഭ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കുറച്ച് മുമ്പ് ഞാനിപ്പം പെട്രോൾ അടിക്കാൻ പോയി, 2 പമ്പ് ക്ലോസ്ഡ് ആണ്, സാധനം വന്നിട്ടില്ല എന്നാണ്. അതായത് അവിടെ ഫില്ലാക്കണം, സാധനം വരണം എന്നാണ് പറഞ്ഞത്, ഓയിലില്ല എന്നാണ് പറഞ്ഞത്. മറ്റ് ചില പമ്പുകൾ തിരക്കായി വരുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു ഊർജ്ജ ക്ഷാമം നമ്മുടെ രാജ്യം പല സ്ഥലങ്ങളും ഓൾറെഡി ആയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു വലിയ ഇതിലോട്ട് പോവുകയാണ്, ഇങ്ങനെ തന്നെ യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ നല്ല കാര്യങ്ങൾ സാമ്പത്തികമായി നല്ല രീതിയിൽ പോകുന്നുണ്ട്. പൈസ കോപ്പ് കുത്തി നമ്മുടെ ജിയുടെ മറ്റേ നെറ്റിയിൽ നിന്ന് പൈസ താഴത്ത് വീണ പോലെ താഴത്ത് വീണ് 95.35 എത്തിയിട്ടുണ്ട്. വേറെ അധികം താമസിയാതെ നമ്മൾ 100 ക്രോസ് ചെയ്യും. നമ്മളിങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മളിങ്ങനെ അതെ സംഖ്യകൾ പറഞ്ഞാൽ അതെന്താ 95 എത്തി, നമ്മളിപ്പോൾ അടുത്ത 100 എത്താൻ പോകുന്നത്, ഒക്കെ മോദിജിയുടെ ഒരു ജിയുടെ കഴിവാണെന്നും പറഞ്ഞ് ചലച്ചുകൊണ്ടിരിക്കുന്ന സംഖ്യകൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മുഞ്ചിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു ചെറിയ ധാരണ ഒക്കെ നിങ്ങൾക്ക് ഉള്ളിൽ ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. സകല സംഖ്യകൾ കൊണ്ടാണ് പറയാനുള്ളത്. ഇനി ഏതൊക്കെ രീതിയിൽ എങ്ങോട്ടൊക്കെയാണ് ഈ യുദ്ധത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ പോകുന്നത് എന്നുള്ളത് നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടി വരും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റുകളും സബ്സ്ക്രിപ്ഷനും ഒക്കെ തരിക. അപ്പോൾ ശരി, നമുക്ക് അടുത്തൊരു അപ്ഡേറ്റിൽ കാണാം. ബൈ.